തമ്പിൽ നിങ്ങൾ കണ്ടു SSLC ഫുൾ A+ കിട്ടി, +2 ഫെയിൽ. ഇങ്ങനെ നടക്കുമോ? അതിൻ്റെ കറക്റ്റ് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ എങ്ങനെയാണ് 12th ഫെയിൽ ആവാതിരിക്കുക, നിങ്ങൾ SSLC എന്ത് മാർക്ക് മേടിച്ച ആളായിക്കോട്ടെ, എങ്ങനെയാണ് 12th ഫെയിൽ ആവാതെ അടിപൊളി മാർക്ക് മേടിക്കാമെന്ന് ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞുതരാം. ഈ വീഡിയോയിൽ കിടക്കുന്നതിന് മുമ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ അറിയായിരിക്കും, നമ്മുടെ കഴിഞ്ഞ വർഷം നടന്ന +1 2023 നടന്ന മാത്സ് എക്സാം വളരെയധികം ടഫാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ടഫാക്കുക എന്ന് പറയുമ്പോൾ കൃത്യമായിട്ട് ഞാൻ പറഞ്ഞുതരാം. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പാറ്റേൺ അല്ലാതെ മോഡൽ എക്സാം സിമ്പിളായിരുന്നു, ക്രിസ്മസ് എക്സാം, ഓണം എക്സാം ഒക്കെ സിമ്പിളായിട്ട്, ഫൈനൽ എക്സാം മാത്രം നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത പാറ്റേണിൽ ടെക്സ്റ്റ് ബുക്കിൽ തന്നെയുള്ള ക്വസ്റ്റ്യൻസ് അവിടുന്ന് ഇവിടുന്ന് എടുത്ത് ടഫായത്. അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങളുടെ എക്സാം പാറ്റേൺ ഇനി വരുന്ന +1 +2കാരുടെ എക്സാം പാറ്റേൺ മൊത്തം മാറിയിട്ടുണ്ടെന്ന് തന്നെ എക്സ്പെക്ട് ചെയ്ത് പോകണം. അത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇത് 1-2 സ്റ്റുഡൻസിന് തോന്നിയ കാര്യമല്ല. നമ്മളൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, ഇത് ജസ്റ്റിസ് ഫോർ +1 സ്റ്റുഡൻസ് എന്ന് പറഞ്ഞ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതിന് വ്യൂസ് വന്നത് 2 ലക്ഷത്തിന് മേലെയാണ്. ഇനി അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, 25,000 ആൾക്കാർ അതിന് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതേപോലെ 5000 കമൻസ് ഉണ്ട്. ഓക്കെ, 5000 കമൻസ് ഉണ്ട്. അതിൻ്റെ അർത്ഥം മെജോറിറ്റി ആൾക്കാർക്കും +1 ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടപ്പോൾ നിങ്ങൾ സ്റ്റണ്ടായി, നിങ്ങൾ അന്തം വിട്ടുപോയി. ഓക്കെ, അതിൻ്റെ റെസ്പോൺസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. കമൻസ് വന്ന മാത്സ് ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടപ്പോൾ കിളി പോയി, അപ്പോൾ ഫുൾ കൺഫ്യൂസ്ഡ് ആയി, നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാത്തതാണ്. പക്ഷേ നന്നായിട്ട് നിങ്ങൾ എല്ലാ ഭാഗത്തു നിന്ന് പാറ്റേൺ വെച്ച് മാത്രം പഠിക്കാത്തൊരു കുട്ടിക്ക് അത് പ്രശ്നമുണ്ടായിരുന്നില്ല. കാരണം ടെക്സ്റ്റ് ബുക്കിൽ തന്നെ ഒരു ക്വസ്റ്റ്യൻ വന്നത്. പക്ഷേ പ്രോബ്ലം വാസ് പാറ്റേൺ മാറ്റി, അത് ഫൈനൽ എക്സാമിൽ മാത്രം, മോഡൽ എക്സാമിനല്ല. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങളൊരു 11th അല്ലെങ്കിൽ 12th സ്റ്റുഡൻ്റ് ആണെങ്കിൽ നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് മാത്രം നോക്കുമ്പോൾ അത്യാവശ്യം സിമ്പിളായിരിക്കും. നിങ്ങളിപ്പോൾ 3-4 മാസം പഠിച്ചാൽ നിങ്ങൾക്ക് ചിലപ്പം A+ A ഒക്കെ കിട്ടാൻ നല്ല സാധ്യതയുണ്ട്. ഫുൾ മാർക്ക് കിട്ടുന്നല്ല, A+ ഒക്കെ കിട്ടാൻ സാധ്യതയുണ്ട്. ഇനി പാസ്സാവെന്ന് വിചാരിച്ചിരിക്കുന്നവർ അവസാനം പഠിച്ച് നിങ്ങൾക്ക് ആ PYQ മാത്രം പഠിച്ച് തലേദിവസം പഠിച്ച് പോയാൽ ഈ വർഷം മുതൽ നടക്കൂല. അതാണ് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കേണ്ടത്. പൊട്ടാനുള്ള സാധ്യത കൂടും. SSLC സ്റ്റുഡൻസിനോട് ഞാൻ ഒരിക്കലും പറയില്ല, നിങ്ങൾ ഇപ്പോൾ പഠിച്ചില്ലേ പൊട്ടും, ഇപ്പോൾ പഠിച്ചില്ലേ പൊട്ടും. നിങ്ങൾ അവസാനത്തെ 3 മാസം പഠിച്ചാലും A A+ അല്ലെങ്കിൽ പാസ്സാവുന്നവർ പാസ്സായിക്കോളും. +1 +2 അങ്ങനെയല്ല, പൊട്ടാൻ സാധ്യത ഈസ് എ റിയാലിറ്റി. നല്ലോണം സാധിക്കാൻ പറ്റും. നിങ്ങൾക്ക് ചിലപ്പം പറ്റിയെന്ന് വരും. കാരണം SSLC പോലെയല്ല, SSLC ഫുൾ A+ കുട്ടികൾക്ക് കിട്ടി, കുട്ടികൾക്ക് വരെ +1 +2 ഫെയിൽ ആവാൻ സാധ്യതയുണ്ട്. കാരണം +1 അത്ര ടഫ്. നിങ്ങൾ +1 പഠിക്കാൻ പോകുന്ന കുട്ടിയാണെങ്കിൽ മക്കളെ, ഇതൊരു ക്വസ്റ്റ്യൻ, ഒരു 3 മാർക്ക് ക്വസ്റ്റ്യൻ്റെ ആൻസർ ആണിത്. ഒരു മാത്സിലെ എക്സാമിന് വന്നിട്ടുള്ള 3 മാർക്ക് ക്വസ്റ്റ്യൻ 1 2 3 4 5 6 7 വലിയ സ്റ്റെപ്പുകളാണ് നിങ്ങൾ പഠിക്കേണ്ടത്. ഇത് 7 സ്റ്റെപ്പ് വെറുതെ എഴുതി വെച്ച പോരാ, അത് കറക്റ്റ് അറിയണം, കറക്റ്റ് ഫോർമുല അറിയണം. ഇതൊരു 3 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. SSLC +1 കഴിഞ്ഞവർക്കറിയാം നിങ്ങൾ എന്താണ് ഇതൊക്കെ എഴുതി കഴിഞ്ഞാണ്. ഇതാ ഒരു 2 മാർക്ക് ക്വസ്റ്റ്യൻ, 6 മാർക്ക് ക്വസ്റ്റ്യൻ ഒരു 2 മാർക്ക് പാർട്ടാണിത്. ഓക്കെ, 2019 ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, +1 കഴിഞ്ഞവർക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും എന്താണ് +1 ഡിഫിക്കൽട്ടി എന്ന്. +1 കയറി വരുന്ന കുട്ടികൾക്ക് ഒട്ടും അറിയില്ല. ഓക്കെ, അപ്പോൾ സത്യം പറയുകയാണെങ്കിൽ നിങ്ങളിപ്പോൾ +1 കഴിഞ്ഞ കുട്ടിയാണ്. ഓക്കെ, +1 കഴിഞ്ഞൊരു കുട്ടിയാണെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം ഒരു ഡിഫിക്കൽട്ടിയൊക്കെ അറിയാം +1 എങ്ങനെയായിരുന്നു എന്ന്. നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാതെ പോലെ ആയിരിക്കും. SSLC പോലെയല്ല, +2 വന്ന കുട്ടി +2 വന്ന കുട്ടിക്ക് ഇതറിയാം. ഇനി SSLC കഴിഞ്ഞ് +1 കൂടുന്ന കുട്ടിക്ക് ഒട്ടും ഐഡിയ ഇല്ല, ബ്ലൈൻഡ് ആയിരിക്കാണ് +1 എത്ര ടഫാണ്. മക്കളെ, നിങ്ങൾ SSLCന്ന് എത്ര ഒരു ചാട്ടം ചാടിയോ, ഒരു വലിയൊരു ചാട്ടം ചാടിയില്ലേ ഇവിടുന്ന് ഇങ്ങോട്ടേക്കും, അത്രയും വലിയ ചാട്ടം +2ലേക്ക് ഇല്ലെങ്കിലും ഒരു ചെറിയ ചാട്ടമുണ്ട്. ഓക്കെ, ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക് വേണ്ടിയിട്ട്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് +1 +2 സീരിയസ്നെസ് ആണ്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഈ പ്രാവശ്യം നല്ലൊരു മാർക്കൊക്കെ മേടിക്കണമെങ്കിൽ നിങ്ങൾ എല്ലാ ക്വസ്റ്റ്യനും അടിപൊളിയായിട്ട് പ്രാക്ടീസ് ചെയ്യണം. നിങ്ങൾ +2 ടെക്സ്റ്റ് ബുക്കിലെ ഒരു എക്സാമ്പിൾ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ബേസിക് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയുള്ള ക്വസ്റ്റ്യൻ ആണ് ടെക്സ്റ്റ് ബുക്കാർ ഉദ്ദേശിക്കുന്നത്. ഒരു +2 ഒരു ബേസിക് ക്വസ്റ്റ്യൻ ആണിത്. ഓക്കെ, എക്സാമ്പിൾ ക്വസ്റ്റ്യൻ. ഞാൻ ടെക്സ്റ്റ് ബുക്ക് നിങ്ങൾ തുറന്നു നോക്കിയാൽ മനസ്സിലായി. എക്സാമ്പിൾ 34 ഓഫ് ഇൻറ്റഗ്രൽസ് ചാപ്റ്റർ അടിച്ചു കൊടുത്താൽ മതി, ഇതാണ് വരുന്നത്. ഓക്കെ, ഇനിയിപ്പോൾ അതേ ചാപ്റ്റർ നിങ്ങൾ +1 ആണെങ്കിലും +2 നോക്കണേ, നിങ്ങൾ മിനിമം ടെക്സ്റ്റ് ബുക്ക് ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യണമല്ലോ. ഏതൊരു ടീച്ചറും, സ്കൂളിലെ ടീച്ചർ, ട്യൂഷൻ ടീച്ചർ, ഓൺലൈൻ ടീച്ചർ, മിനിമം പറയുന്നത് ടെക്സ്റ്റ് ബുക്ക് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യണം. ഓക്കെ, നിങ്ങൾ എക്സാമിനർ ആപ്പിലാണ്, നിങ്ങൾക്ക് അതിൻ്റെ വീഡിയോ റെക്കോർഡ് ക്ലാസ്സും എല്ലാം ഉണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങളോട് ഞാൻ പറയാറുണ്ട്, മിനിമം അത് ചെയ്യണം. മിനിമം ഒരു സിമ്പിൾ എക്സസൈസിൽ 17 ക്വസ്റ്റ്യനാണ്. ഓരോ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എടുക്കും 10 മിനിറ്റ് മിനിമം ആദ്യത്തെ പ്രാവശ്യം. അപ്പോൾ 170 മിനിറ്റ് ആണ്. അപ്പോൾ ഏകദേശം നിങ്ങൾക്ക് 3 മണിക്കൂർ എടുക്കുന്നത് ആദ്യത്തെ പ്രാവശ്യം സോൾവ് ചെയ്യാൻ. എക്സാമിന് പോകുന്നതിന് മുമ്പ് 2 പ്രാവശ്യമെങ്കിലും മൊത്തം ക്വസ്റ്റ്യൻസ്, ഇതൊരു എക്സസൈസ് ഒരു ചാപ്റ്ററിൽ. ഈ ചാപ്റ്ററിന് 7.7 എക്സസൈസ് ഉണ്ട്. അപ്പോൾ ഏകദേശം 150 ക്വസ്റ്റ്യൻസ് ഉണ്ട്. 150 ക്വസ്റ്റ്യൻസ് × 10 എത്ര വരുന്നത്? 1500 മിനിറ്റ്. മണിക്കൂറുകൾ കുറേ എടുക്കും. ഓക്കെ, ഇത് +2 റിയാലിറ്റി. അത് ഇത്രയും ക്വസ്റ്റ്യൻസ് ഒക്കെ മിനിമം പ്രാക്ടീസ് ചെയ്യണം. ഇനി ഇതുകൊണ്ട് ഫുൾ മാർക്ക് കിട്ടുമോ? ഒരു നിർബന്ധമല്ല, ഇതിനപ്പുറം വേണം. ഇതിനൊക്കെ ക്വസ്റ്റ്യൻസിൻ്റെ ലെങ്ത്തും കാര്യങ്ങളും മനസ്സിലാക്കണം. SSLCന്ന് കഴിഞ്ഞ് വന്ന കുട്ടികൾ മനസ്സിലാക്കണം, +1 നിങ്ങൾ ഒരു സ്റ്റെപ്പ് എഴുതിയ ഒരു മാർക്ക് കിട്ടുന്ന പോലെ അല്ല. ഓക്കെ, ഇനി ഇതൊക്കെ സാർ കണ്ടു, ഇതൊക്കെ ഞാൻ പഠിക്കാനുള്ളതാ, സാർ എന്നെ പേടിപ്പിച്ച് ഇപ്പം തന്നെ മോട്ടിവേഷൻ കളയണോ? അല്ല, നിങ്ങൾ റിയാലിറ്റി മനസ്സിലാക്കണം. റിയാലിറ്റി മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. എന്താണ് ഇതിനുള്ള സൊല്യൂഷൻ?
ഓക്കെ, നിങ്ങൾ കണ്ട് വലിയ ക്വസ്റ്റ്യൻസ്, അത് ബുദ്ധിയുള്ള കുട്ടിയും ഭയങ്കര ടോപ്പർ കുട്ടിയും ബാക്ക് ബെഞ്ചറും ഞാനും നീയും എല്ലാവരും സോൾവ് ചെയ്യേണ്ട ക്വസ്റ്റ്യൻസാണ്. ഓക്കെ, മാത്സിൽ ഞാനിപ്പോൾ കാണിച്ചത്, ഫിസിക്സിലും അതിൻ്റെതായ ഡിഫിക്കൽട്ടി ഉണ്ട്, ബയോളജിയിൽ അതിൻ്റെതായ ഡിഫിക്കൽട്ടി ഉണ്ട്, കെമിസ്ട്രിയിലും അതിൻ്റെ കുറേ ഡിഫിക്കൽട്ടീസ് ഉണ്ട്, കമ്പ്യൂട്ടർ സയൻസും ഡിഫിക്കൽട്ടാണ്, പക്ഷെ അതിൻ്റെ വേറെ സ്പെഷ്യൽ ഡിഫിക്കൽട്ടിയാണ്. അപ്പോൾ ഇതിനൊക്കെ എന്താണ് സൊല്യൂഷൻ? ഓക്കെ, വളരെ സിമ്പിളാണ് മക്കളെ, വളരെ സിമ്പിളാണ്. അതിനുള്ള ഇത്രയുള്ള സൊല്യൂഷൻ, പ്രാക്ടീസ് എവറി ക്വസ്റ്റ്യൻ. പ്രത്യേകിച്ച് മാത്സിൽ എല്ലാ ക്വസ്റ്റ്യനും നിങ്ങൾക്ക് കിട്ടാൻ പറ്റുന്ന എല്ലാ ക്വസ്റ്റ്യൻ നിങ്ങൾ ആലോചിച്ച് നോക്കുക. ഓരോ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഫ്രീ പൈസ കിട്ടുന്ന പോലെയാണ്. നിങ്ങൾക്കിപ്പോൾ ഒരു 100 നോട്ട് അവിടെ കിട്ടുകയാണ്. ഓക്കെ, അവിടെ അതെടുത്താൽ തെറ്റൊന്നുമില്ല, ആരുടെയും നിങ്ങൾ മോഷണം ചെയ്യല്ല. 100 രൂപ അവിടെ, 2000 നോട്ട് ഇവിടെ, 2000 നോട്ട് ഇപ്പോൾ ഇല്ലാത്തതുകൊണ്ട് കാര്യമില്ല, 500 നോട്ട് ഇവിടെ, 10 നോട്ട് ഇവിടെ, നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കുറേ പൈസ ഇങ്ങനെ പറന്ന് കിടക്കാം. എവിടുന്നോ വരികയാണ്, എടുത്താൽ തെറ്റൊന്നുമില്ല. അപ്പോൾ നിങ്ങൾ ഓരോ നോട്ടും ഓരോ പൈസയും ഫ്രീ ആണെങ്കിൽ നിങ്ങൾ എടുക്കൂലേ? നിങ്ങൾക്ക് അത് കഴിഞ്ഞിട്ട് ഭക്ഷണം കഴിക്കാം, നിങ്ങൾക്ക് അത് കഴിഞ്ഞിട്ട് എന്തെങ്കിലും സാധനങ്ങളൊക്കെ വാങ്ങിക്കാം. നിങ്ങൾ ഓരോ ക്വസ്റ്റ്യനും ഓരോ പൈസേൻ്റെ ഓരോ നോട്ട് പോലെയായിട്ട് കരുതണം. അവിടെ ഒരു ഇൻ്റഗ്രേഷൻ്റെ ക്വസ്റ്റ്യൻ കണ്ടു, എടുത്ത് ചെയ്യുക, ഒന്നും ടൈം വേസ്റ്റ് കിട്ടില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങൾ 10 രൂപേൻ്റെ നോട്ട് എടുക്കാതിരിക്കുമോ? ഇല്ല, 10 രൂപേൻ്റെ ആണെങ്കിൽ 500 രൂപേൻ്റെ നിങ്ങളെല്ലാം എടുക്കണം. അതേപോലെ എല്ലാ ക്വസ്റ്റ്യനും പ്രാക്ടീസ് ചെയ്യണം. അപ്പോൾ എല്ലാ ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ എന്താണ്? ഈസി ചാപ്റ്റേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ +1 ആദ്യത്തെ കുറച്ച് ചാപ്റ്റേഴ്സ്, +2 ആദ്യത്തെ കുറച്ച് ചാപ്റ്റേഴ്സ് ഒക്കെ ഈസിയാണ്. അപ്പോൾ അതിലൊക്കെ ഒരു 100 ക്വസ്റ്റ്യൻ, ഒരു 50-60 ക്വസ്റ്റ്യൻ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ ഉണ്ടാവും. അതുപോലെ PYക്ക് ഒരു 20-30 മിനിമം കിട്ടും. അതുപോലെ ഇപ്പോൾ എക്സാമിനർ ബാച്ചിലാണ് ഞാൻ നിങ്ങൾക്ക് 30-40 എക്സ്ട്രാ വേറെ ക്വസ്റ്റ്യൻസ് തരുന്നുണ്ട്. അപ്പം ഈസി ചാപ്റ്റർ ആകുമ്പോൾ 100-120 ക്വസ്റ്റ്യന് മിനിമം നിങ്ങൾ തീർക്കണം. ഓക്കെ, മിനിമം. ഓക്കെ, എല്ലാം കൂടി കൂട്ടിയിട്ട് മീഡിയം ചാപ്റ്റേഴ്സ് ആകുമ്പോൾ 180 ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടാവും. ഓക്കെ, കുറേ ടൈപ്പ് ക്വസ്റ്റ്യൻ അങ്ങോട്ടും ഇങ്ങോട്ടും. ഇതിലെ 180 ക്വസ്റ്റ്യൻ പറയുമ്പോൾ ചിലപ്പോൾ 15 ഡിഫറെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ ഉണ്ടാവുള്ളൂ. എല്ലാത്തിലും ഒരു 10 ഡിഫറെൻറ്റ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, നമ്പറൊക്കെ മാറ്റിയിട്ട് 15 ടൈപ്പ് ക്വസ്റ്റ്യൻ ഉണ്ടാവും. എല്ലാം പ്രാക്ടീസ് ചെയ്യാം. ടഫ് ചാപ്റ്റേഴ്സ് എന്ന് പറയുമ്പോൾ +1 മിഡിൽ കഴിഞ്ഞിട്ടുള്ള ചാപ്റ്റേഴ്സും, +2 മിഡിൽ കഴിഞ്ഞിട്ട് 5ാമത്തെ ചാപ്റ്റർ മുതലാണ് ടഫ് ചാപ്റ്റേഴ്സ് വരുന്നത്. ഓക്കെ, അതിൽ 180-200 ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രാക്ടീസ് ചെയ്യണം. ഓക്കെ സാർ, അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ എവിടെ നിന്നാണ് കിട്ടുക, എന്താ ഞാൻ ചെയ്യേണ്ടത്? കാര്യം പറഞ്ഞാൽ വളരെ സിമ്പിളാണ്. നിങ്ങൾക്ക് 4 രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് കിട്ടാൻ പോകുന്നത്. ഫസ്റ്റ് കാര്യം, NCERT എക്സാമ്പിൾ, ടെക്സ്റ്റ് ബുക്കിൽ ക്വസ്റ്റ്യനും ആൻസറുമുള്ള NCERT എക്സാമ്പിൾ. അത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് NCERT എക്സസൈസ് ചെയ്യാൻ പറ്റും. ഇതിൽ നിങ്ങൾക്ക് പഠിപ്പിച്ച് തരും എങ്ങനെ ചെയ്യണമെന്ന്. നിങ്ങളൊരു ആവറേജ് അല്ലെങ്കിൽ ബിലോ ആവറേജ് സ്റ്റുഡൻ്റ് ആണെങ്കിൽ ഇത് വെറുതെ കണ്ടാൽ വായിച്ച് മനസ്സിലാക്കാൻ പറ്റുന്ന സാധനമല്ല എക്സാമ്പിൾ ക്വസ്റ്റ്യൻസ്. നിങ്ങൾ മാത്സിലോ ഫിസിക്സിലോ ഒക്കെ അത്യാവശ്യം നന്നായിട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾ സ്വന്തം ചെയ്യാൻ പറ്റുന്ന കാര്യമുള്ളൂ, നിങ്ങൾക്ക് വായിച്ചാൽ മനസ്സിലാവും. അതിനേക്കാണ് കുറച്ചും കൂടി ഡിഫിക്കൽട്ട്, ഒരു ഉപ്പും മുളക് കിട്ടും, കുറച്ചും കൂടി ഡിഫിക്കൽട്ടിയാണ് എക്സസൈസ്. അപ്പോൾ നിങ്ങൾ എക്സസൈസ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അതാണ് ഞാൻ നേരത്തെ കാണിച്ച ഓരോ ചാപ്റ്ററിൽ ഒരു 100-120 മിനിമം ഉണ്ടാവും. ഇതിൻ്റെയൊക്കെ പകുതി നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഓക്കെ, ഇനി അതൊക്കെ കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. PYക്കും നിങ്ങൾ എടുത്ത് നോക്കുക, CBSE ആണെങ്കിലും സ്റ്റേറ്റ് ആണെങ്കിലും നിങ്ങൾക്ക് കുറേയൊക്കെ മനസ്സിലാവും. അതൊക്കെ സാർ ഈ NCERT എക്സസൈസ് എക്സാമ്പിൾ പാറ്റേണിൽ തന്നെയാണ്. നമ്പറൊക്കെ മാറും, പക്ഷേ ഇതേ ക്വസ്റ്റ്യൻസ് തന്നെ കാണാൻ പറ്റും, അതേപോലെ നമ്പർ മാറ്റിയത്. ഇനി ഈ പുതിയൊരു പാറ്റേൺ എക്സാം വരുന്നതുകൊണ്ട് തന്നെ നമ്മൾ പ്രതീക്ഷിക്കേണ്ട ഒരു ബുദ്ധിമുട്ടുള്ള കാര്യം എന്താണ്? ഇയാൾ എക്സാമിന് വേണ്ടിയിട്ട് എക്സ്ട്രാ പാറ്റേൺ ക്വസ്റ്റ്യൻസ് വേണം, എക്സ്ട്രാ ക്വസ്റ്റ്യൻസ്. ഓക്കെ, നിങ്ങൾ ചിലപ്പോൾ നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കിലോ കാണാത്ത, നിങ്ങൾ അഗ്നി ബാച്ചിലോ ഉയരെ ബാച്ചിലുള്ള സ്റ്റുഡൻ്റ് ആണ്, ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് കുറേ വൈറ്റ് സ്ലൈഡ്സ്, കുറേ എക്സ്ട്രാ ക്വസ്റ്റ്യൻ നിങ്ങൾ ഒന്നേ വരെ ടെക്സ്റ്റ് ബുക്കിലോ നോട്ട് ബുക്കിലോ കാണാത്ത ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരും, PYക്കൊന്നും ഇല്ലാത്തത്. പക്ഷെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും, പക്ഷേ കുറച്ച് ഡിഫിക്കൽട്ടി കൂടുതലുള്ള. അതേപോലെ NCERT എക്സംപ്ലാർ ക്വസ്റ്റ്യൻസ്, വേറെ നല്ല സ്റ്റഡി മെറ്റീരിയൽസ് ഉള്ള ക്വസ്റ്റ്യൻസ്, അതൊക്കെ ചെയ്താൽ നിങ്ങൾക്ക് ഗ്യാരണ്ടി ഏരിയ ഇതിൻ്റെ അപ്പുറം ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഒരു എക്സാമിന് വരില്ല. ഒരു ടീച്ചറിന് പോലും നിങ്ങൾക്ക് ഒരു എക്സാമിന് ഇതിനെക്കാട്ടും ഡിഫറെൻറ്റ് ക്വസ്റ്റ്യൻസ് കിട്ടില്ല. അത്രയും ക്വസ്റ്റ്യൻസ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്താൽ മിനിമം ഇത് 2 ചെയ്യണം പാസ്സാവണമെങ്കിൽ. മിനിമം ഇവനും ചെയ്യണം പാസ്സാവണമെങ്കിൽ. ഒരു A+ വേണമെങ്കിൽ ഇവനും കൂടി ചെയ്യണം. ഫുൾ മാർക്ക് വേണമെങ്കിൽ ഇതും കൂടി ചെയ്യണം, നിർബന്ധമാണ്. ഓക്കെ, ഇത് ചെയ്ത് കഴിഞ്ഞാൽ ആർക്കും നിങ്ങളെ പൊട്ടിക്കാൻ പറ്റില്ല മക്കളെ, നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടിയിരിക്കും. ഓക്കെ, അപ്പം ഇത് മാത്സിൻ്റെ ഒരു പെർസ്പെക്റ്റീവ് ആണ്. അപ്പം നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? നിങ്ങൾക്ക് ഇതേപോലെ കേരള സ്റ്റേറ്റ് ടോപ്പേഴ്സ് ആയിട്ട് ഫുൾ മാർക്ക് മേടിക്കേണ്ടവരും ഫുൾ A+ മേടിക്കേണ്ടവരും ആവണമെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ഏറ്റവും ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റി ഇതാ ഇവിടെ ഇരിക്കുന്നുണ്ട് മക്കളെ. +1കാർക്ക് നിങ്ങൾക്ക് 4 ബാച്ചസ് ആണ് വരുന്നത്. +1 അഗ്നി, +1 പൃഥ്വി, നീറ്റും സയൻസും കൂടി കിട്ടുന്നത്, അല്ലെങ്കിൽ സയൻസും ജെയും കൂടി കിട്ടുന്നത്, അല്ലെങ്കിൽ കൊമേഴ്സുകാർക്ക് +1 കൊമേഴ്സ് ബാച്ച്, +2കാർക്കാണെങ്കിലോ +2 ഉയരെ ബാച്ച്, ദി ബെസ്റ്റ് ബാച്ച് ഫോർ സയൻസ്. അപ്പോൾ സയൻസിന് വേണ്ടിയിട്ട് +2 നിങ്ങൾക്ക് വേദ വരുന്നുണ്ട്, നീറ്റും അതേപോലെ തന്നെ കീമിന് വേണ്ടിയിട്ട്, ആൻഡ് ലാസ്റ്റ്ലി +2 കൊമേഴ്സും വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ബാച്ചിൽ ജോയിൻ ചെയ്യാൻ സ്ട്രക്ചേർഡ് ആയിട്ട് ആദ്യം മുതൽ എല്ലാ ക്വസ്റ്റ്യനും എല്ലാം ആൻസർ, എല്ലാ വീഡിയോ സൊല്യൂഷനും റെക്കോർഡ് ലൈവ് ക്ലാസ് ഒക്കെ ആയിട്ട് എല്ലാം പഠിക്കാം. നിങ്ങൾക്ക് ജോയിൻ ചെയ്യുന്നത് വരുന്ന മക്കളെ 6000 rupees ആണ് ഫീസ് വരുന്നത് ഒരു വർഷത്തേക്ക്. ജോയിൻ ചെയ്യണ ഈ നമ്പറിലേക്ക് വിളിക്കാം, അല്ലെങ്കിൽ വാട്സാപ്പ് ചെയ്യാം ഈ നമ്പറിലേക്ക്. അഡ്മിഷൻ വേഗം തന്നെ എടുത്തോ, കാരണം ഞാൻ കാണിച്ചിരുന്നില്ല 100, 200, 300 ക്വസ്റ്റ്യൻസ് ഒക്കെ. ടൈം നിങ്ങൾ ആലോചിച്ച് നോക്കുക. ഇന്ന് നിങ്ങൾ ജോയിൻ ചെയ്തില്ല, നിങ്ങൾ ചിലപ്പോൾ എക്സാമിൻ്റെ സമയത്ത് ജോയിൻ ചെയ്താൽ ഈ 1-2 മാസം നിങ്ങൾക്ക് വേസ്റ്റ് ആവും. ആ 1-2 മാസം മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. അതിന് വേണ്ടിയിട്ട് എക്സാമിനർ ഫുൾ ടീമുണ്ട്. അപ്പോൾ SSLCയിൽ ഫുൾ A+ മേടിച്ചതാണെങ്കിലും മേടിച്ചില്ലെങ്കിലും +2, +1 നിങ്ങൾ ഫുൾ മാർക്സ് മേടിച്ചിരിക്കണം.
നിങ്ങളെ കൊണ്ട് പറ്റും. അതിനുവേണ്ടി ആദ്യം തന്നെ പഠിക്കാൻ തുടങ്ങുക. പ്രാക്ടീസ് എവറി ക്വസ്റ്റൻ. നിങ്ങൾ കമന്റ് ചെയ്യുക, ഉറപ്പിക്കുക എന്നാലും നിങ്ങൾ എല്ലാ ക്വസ്റ്റനും പ്രാക്ടീസ് ചെയ്യുന്ന. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. നമുക്ക് ഫുൾ മാർക്ക് മേടിച്ചിട്ട് കാണാം. ഓക്കെ.